എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ സീരീസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. നഴ്സിംഗ് പഠിക്കുന്ന, അതായത് ജനറൽ നഴ്സിംഗ് പഠിക്കുന്നതോ BSc നഴ്സിംഗ് പഠിക്കുന്നതോ MSc നഴ്സിംഗ് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതായിട്ടുള്ള കുട്ടികളാണ്. പ്രധാനമായിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ചാനൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഓൾറെഡി നഴ്സിംഗ് പാസ്സായി, അതായത് രജിസ്റ്റേർഡ് നഴ്സായി കഴിഞ്ഞ്, നമ്മുടെ രാജ്യത്ത് രജിസ്റ്റേർഡ് നഴ്സായി കഴിഞ്ഞ് മറ്റ് ഗവൺമെന്റ് എക്സാംസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസ് ആണ്. സോ ഈ രണ്ട് ഗ്രൂപ്പിനും കോമൺ ആയിട്ട് യൂസ്ഫുൾ ആകുന്ന വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ എൻഗ്ലെക്സ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. എന്താണ് എൻഗ്ലെക്സ് എക്സാം എന്ന് പറയുന്നത്? അതായത് ഏതൊരു നഴ്സിന്റെയും, ലോകത്തുള്ള ഏതൊരു നഴ്സിന്റെയും ഒരു സ്വപ്നമാണ് എൻഗ്ലെക്സ് RN എഴുതി പാസ്സാകുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, എൻഗ്ലെക്സ് RN അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലെങ്കിലും സ്റ്റുഡൻസ് ആവുമ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് കൺട്രീസിൽ നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പാസ്സാകണം? എൻഗ്ലെക്സ് RN എക്സാം പാസ്സാകണം. ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള എക്സാംസുകളിലും, അതായത് നമ്മുടെ UK പോകുമ്പോൾ നമുക്ക് അവിടെ OSCE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതുപോലെ CBT ബേസ്ഡ് എക്സാം ഉണ്ട്. അതുപോലെ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്. ഇവയെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് എന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരു എക്സാം ആണ് എൻഗ്ലെക്സ് RN. അത് എന്തുകൊണ്ടാണ് ഇത് ടഫസ്റ്റ് ആയി മാറുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാറ്റേൺ ഓഫ് എക്സാം ആണ്. സോ നമ്മുടെ കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ സ്കൂളുകളിലും +2-ലായാലും അല്ലെങ്കിൽ നഴ്സിംഗിലായാലും ഒക്കെ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു ക്വസ്റ്റ്യനും അതിന്റെ 4 ഓപ്ഷൻസും ആണ്. ആ 4 ഓപ്ഷൻസ് കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ് പറയുന്നത്, അല്ലാതെ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഞാനത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ എക്സാക്ട്ലി ഒരു ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള MCQs ആണ് അവിടെ ചോദിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് നമ്മളൊരു കോമ്പറ്റിറ്റീവ് എക്സാം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏതൊക്കെയാണ് കോമ്പറ്റിറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്? നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ടഫ് ലെവലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ആപ്ലിക്കബിൾ രീതിയിലായിട്ട് സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് എൻഗ്ലെക്സ് എക്സാം. ഇവിടെ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് MCQ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിലും അതിൽ പലതും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പല ഓപ്ഷൻസും ഇതിന് കറക്റ്റായിട്ട് ആൻസർ ആകുന്നതാണ്. വളരെ സാമ്യതയുള്ള, നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് എൻഗ്ലെക്സ് RN എക്സാമിന് എപ്പോഴും വരുന്നത്. സോ നമ്മൾ 100% ഷുവർ എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുന്ന ആൻസേഴ്സ് പലപ്പോഴും അവിടെ തെറ്റായി പോകാറുണ്ട്. അവരുദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിലൂടെ നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് എൻഗ്ലെക്സ് RN ചേരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻഗ്ലെക്സ് RN എന്നുള്ളൊരു കടമ്പ നമുക്ക് കടന്ന് കിട്ടത്തുള്ളൂ. സോ ഈ ഒരു കടമ്പ കടന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട കുറേ ബുക്സുകൾ, ഒരുപാട് ബുക്സുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എൻഗ്ലെക്സിന് വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ള. ബട്ട് എല്ലാത്തിനും ഉപരി ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സോണ്ടേഴ്സ് എന്ന് പറയുന്ന ബുക്ക്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഇവിടെ കാണാം സോണ്ടേഴ്സിന്റെ. ഇവിടെ 2 ബുക്കുകൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് സോണ്ടേഴ്സ് കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് എൻഗ്ലെക്സ് RN എക്സാമിനേഷൻ. ഈ ഒരു ഫസ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ബുക്ക് നിങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് തിയറി കണ്ടന്റ് ആണ് കിട്ടുക. അതായത് നമ്മുടെ നഴ്സിംഗിന് പഠിച്ച എല്ലാ സബ്ജക്ട്സിന്റെയും ബേസ് ചെയ്തിട്ട് എൻഗ്ലെക്സിന് എന്താണോ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് എക്സാംസിന് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അത് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ള തിയറി നോട്ടുകളാണ് ഈ ഒരു ടഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് കിട്ടുന്നത്. ഈ ഒരു ബുക്ക് വളരെ കോർ ആയിട്ടുള്ള, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. എന്നാൽ ഇത് മാത്രം പോരാ, കാരണം ഇവിടെ കൂടുതലായിട്ട് തിയറിക്കും വളരെ കുറച്ച് മാത്രം ചോദ്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാനുമാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ബുക്ക് സോണ്ടേഴ്സിന്റെ തന്നെ സെയിം ഒരു രീതിയിൽ വരുന്ന മറ്റൊരു ബുക്കുണ്ട്. ദാറ്റ് ഈസ് സോണ്ടേഴ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ റിവ്യൂ ഫോർ ദ എൻഗ്ലെക്സ് RN എക്സാമിനേഷൻ. അതായത് സെയിം നമ്മൾ ഈ ഫസ്റ്റ് തിയറി ബുക്കിൽ പഠിക്കുന്ന ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് എൻഗ്ലെക്സ് വരുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമായിട്ട് നമുക്ക് more than
6,000 ക്വസ്റ്റ്യൻസ്, 6,000-ഓളം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6,000-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബുക്കിലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻഗ്ലക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന 2 ബുക്കുകളാണ് ഞാനിവിടെ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻഗ്ലക്സ് ആറിന് എഴുതാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിത് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാച്ച് ചെയ്യണം. കാരണം നിങ്ങൾ നേഴ്സോ നഴ്സിംഗ് സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യണം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന, നമ്മുടെ നാട്ടിൽ എഴുതാൻ പോകുന്ന എക്സാംസ്, കേന്ദ്ര ഗവൺമെൻറ് എക്സാംസ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എക്സാംസ്, മറ്റേത് തരത്തിലുള്ള മിലിറ്ററിയുടെ എക്സാംസ്, പലതരത്തിലുള്ള മറ്റു എക്സാംസ്, ഇതെല്ലാം എഴുതുമ്പോഴും നമ്മൾ അവിടെ നോക്കേണ്ടത് ഈ 2 ബുക്കുകൾ തന്നെയാണ് പ്രധാനമായിട്ട്. മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ നോർസെറ്റ്. എന്താണ് നോർസെറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് എയിംസ് ഹോസ്പിറ്റൽ ടുഗദറായിട്ട് നഴ്സസിനെ സെലക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് നോർസെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നോർസെറ്റ് 11 ആണ്. അടുത്തിങ്ങനെ ഓരോ വർഷത്തിൽ 2 തവണയായിട്ട് നോർസെറ്റിൻ്റെ എക്സാം നടത്താറുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കായിട്ട് വളരെ മോസ്റ്റ് ഓഫ് ദ എയിംസും അതുപോലെ തന്നെ മറ്റു ചില സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് ടോട്ടലി ആയിട്ട് ഈ ഒരു എക്സാമിലൂടെയാണ് നഴ്സസിനെ തിരഞ്ഞെടുക്കുന്നത്. സോ അങ്ങനെ ഇന്ത്യയിൽ ഒരു നഴ്സ് ആകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിലും ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇന്ന് മുതൽ നമ്മൾ സോണ്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോണ്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളൊരു കോച്ചിങ്ങിന് പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാശ് അവിടെ ചിലവാകും. ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളത് വളരെ നിസ്സാരമായിട്ട്, അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ ഓരോ ഓപ്ഷൻസും നമ്മൾ എലിമിനേറ്റ് ചെയ്തത്, എങ്ങനെ നമ്മൾ അതിൻ്റെ ആൻസറിലോട്ട് എത്തിച്ചേർന്നു, അത് ബേസ് ചെയ്തിട്ട്, അതായത് സെക്കൻഡ് ബുക്കിലുള്ള ക്വസ്റ്റ്യനും അത് ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബുക്കിലുള്ള തിയറി പാർട്ടും അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നഴ്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ റെഫർ ചെയ്യുക. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ എവ്രി വൺ. ഓക്കെ, എല്ലാവർക്കും ഉപകാരകരമാകുന്ന ഒരു വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ട്, ഡെഫിനറ്റ്ലി ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി അവിടെ ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ എന്ത് തന്നെയായാലും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ആൻസർ മറുപടി തരുന്നതായിരിക്കും. ആ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലൂടെയോ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സിംഗിൾ ടോപ്പിക്കിൽ നിന്ന് വരുന്നതല്ല, റാൻഡം ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിൽ നിന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് എപ്പോഴും വായിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ ഒരു ഫ്ലോയിൽ നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ, റീഡ് ചെയ്താൽ മാത്രമേ സിംഗിൾ ടൈം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാകത്തുള്ളൂ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. സോ അതല്ലാതെ നമ്മൾ സ്പീഡിന് റോക്കറ്റ് വിട്ടതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുന്നതുകൊണ്ട് ഒന്നും നമുക്കവിടെ മനസ്സിലാകത്തില്ല. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മളവിടെ മറന്നു പോകുക. അതിൽ ആ ഒരു പോയിന്റ്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സുകൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. സോ വളരെ സ്ലോലി ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഹു ഈസ് റിസീവിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി. ഓക്കെ, ഇവിടെ നമുക്ക് ടോപ്പിക് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പിയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വുഡ് അലേർട്ട് ദ നഴ്സ് ടു എ ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നേഴ്സ് ഒരു ക്ലയൻറ്റിന്, അതായത് ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻ്റെ പ്രത്യേകത എന്താണ്? പേഷ്യൻ്റ് ഈസ് റിസീവിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി. ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഈസ് റിസീവിങ് ബ്ലഡ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ഒരു നേഴ്സാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പേഷ്യൻറ്റിൽ ഉണ്ടാകുന്ന ഏത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് അതിൽ നിങ്ങൾക്ക് ഇതൊരു ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ്റെ സിംറ്റമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവിടെ ഇത്ര മാത്രമേ ക്വസ്റ്റ്യൻ തീരുന്നില്ല, പകരം ഒരു എൻഡ് കൂടെയുണ്ട്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സെലക്ട് all that apply. Select all that apply. It's a very common type of question in
എൻഗ്ലെക്സ് ആർ എൻ. എൻഗ്ലെക്സ് ആർ എനിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കോമൺ ആണ്. ഇന്ന് എൻഗ്ലെക്സ് ആർ എനിൽ മാത്രമല്ല MSc എൻട്രൻസിന് പോലും ഇതുപോലത്തെ എക്സാം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ എയിംസിന്റെ എക്സാംസിന് ഇതുപോലെ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈവൻ നമ്മുടെ കേരള PSC DHS DME എക്സാംസിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുന്നു, ഓരോ ക്വസ്റ്റ്യനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ടോപ്പിക്ക് തിയറിറ്റിക്കൽ ടോപ്പിക്ക് നമ്മളവിടെ മനസ്സിലാക്കിയെടുക്കുന്നു. സോ ഇവിടെ താഴെ പറയുന്ന 6 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്, ഒരെണ്ണമല്ല ഒന്നിൽ കൂടുതൽ ആൻസറുകളുണ്ട്, ഏതൊക്കെ സിംറ്റംസ് ആണ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ headache. If patient is getting headache, whether it is indicating hemolytic transfusion reaction. Second one, tachycardia. Third one, hypertension. Fourth one, apprehension. Fifth one, distended neck veins. Sixth one, a sense of impending doom. ഇങ്ങനെ 6 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് ഇവിടെ പഠിക്കാം. ഈ ഒരു കണ്ടന്റ് വരുന്നത് നമ്മുടെ സോണ്ടേഴ്സിന്റെ തിയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ഡിസ്കഷൻ എന്നുള്ള സെപ്പറേറ്റ് ബുക്കിൽ നിന്നും, അതുപോലെ ഈ ഒരു ആൻസർ, ഈ ഒരു കണ്ടന്റ്, ഈ ഒരു തിയറി ടോപ്പിക്ക് നമ്മൾ സോണ്ടേഴ്സിന്റെ കോംപ്രിഹെൻസീവ് റിവ്യൂ തിയറി പാർട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ സിംറ്റംസിൽ നിന്നാണ്. ഇവിടെ നോക്കൂ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, എന്തുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ബ്ലഡ് എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് അല്ല റിസീവ് ചെയ്തതെങ്കിൽ എന്തവിടെ പ്രോബ്ലം ആകും? കോമ്പാക്റ്റിബിലിറ്റി ഉണ്ടാകും. അതായത് RH ഇൻകോമ്പാക്റ്റിബിലിറ്റിയോ അല്ലെങ്കിൽ ABO ഇൻകോമ്പാക്റ്റിബിലിറ്റിയോ ഉണ്ടാകും. ഈ RH ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ബ്ലഡ് ആയിട്ടുള്ളവർ പോസിറ്റീവ് റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ആയിട്ടുള്ളവർ നെഗറ്റീവ് റിസീവ് ചെയ്യുക. അങ്ങനെ ഒരു RH നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ RH ഇൻകോമ്പാക്റ്റബിലിറ്റി പറയുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും ബ്ലഡിന്റെ ഗ്രൂപ്പ് A ഗ്രൂപ്പ് ആണോ, B ഗ്രൂപ്പ് ആണോ, AB ഗ്രൂപ്പ് ആണോ, O ഗ്രൂപ്പ് ആണോ, അതിനനുസരിച്ച് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. അവ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. തെറ്റായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് സ്വീകരിച്ചാൽ അവർക്കുണ്ടാകുന്നതാണ് ABO ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ചാർട്ടിലൊന്ന് നോക്കൂ. A ഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A ഗ്രൂപ്പിലുള്ള ബ്ലഡും O ഗ്രൂപ്പിലുള്ള ബ്ലഡും സ്വീകരിക്കാം. അണ്ടർസ്റ്റുഡ്? ഇവിടെ റെസിപ്പിയന്റ് മാത്രം നോക്കിയാൽ മതി, ഡോണർ നിങ്ങൾ നോക്കണ്ട. റെസിപ്പിയന്റ് മാത്രം നോക്കുക. A ആണ്, എനിക്ക് എൻ്റെ ബ്ലഡ് A ആണ്, A ഗ്രൂപ്പാണ് എങ്കിൽ എനിക്ക് ബ്ലഡ് ആവശ്യം വന്നാൽ ആരുടെയൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? A ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാം, O ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാം. എന്നാൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ എനിക്ക് ഏതൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? B സ്വീകരിക്കാം, Oയും സ്വീകരിക്കാം. എന്നാൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിലോ A, B, AB, O, ഈ 4 ഗ്രൂപ്പും എല്ലാ തരത്തിലും ബ്ലഡും എനിക്ക് അവിടെ ABയിൽ സ്വീകരിക്കാം. എന്നാൽ എൻ്റെ ബ്ലഡ് O ഗ്രൂപ്പ് ആണെങ്കിലോ ഐ ക്യാൻ റിസീവ് ഓൺലി O ബ്ലഡ് ഫ്രം ദ ഡോണർ. Now you understood? ഇതിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അപ്പോൾ തെറ്റ് വരത്തില്ല. ഇഫ് ഐ ആം A blood group, I can receive only A blood group and O blood group blood. Next, if I am B blood group, I can receive only B and O. If I am AB blood group, I can receive A, B, AB and O. All 4 types I can receive. If I am O type, I can receive only one type, that is O blood. ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റബിലിറ്റി, കറക്റ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റബിൾ ചാർട്ട് എന്ന് പറയുന്നത്. സപ്പോസ് 1 person received blood from incompatible person, and that means I am a group, I received blood from AB group. AB ഗ്രൂപ്പ് സ്വീകരിച്ചു, ഞാൻ A ആണ് പക്ഷെ ഞാൻ AB ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിച്ചു എങ്കിൽ അതിന് എന്ത് പറയും നമ്മൾ? ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയും. അവിടെ പേഷ്യന്റിന് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാകുകയും അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു അഡ്വേഴ്സ് റിയാക്ഷൻ ആയിരിക്കും. ബ്ലഡ് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അഡ്വേഴ്സ് റിയാക്ഷനെയാണ്
ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഹീമോലൈറ്റിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് ഡിസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന റിയാക്ഷനെയാണ് ഹീമോലൈറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അത് കൂടാതെ മറ്റേതൊക്കെ റിയാക്ഷൻസ് ഉണ്ടാകാം? അലർജിക് റിയാക്ഷൻ ഉണ്ടാകാം, ഫീവർ അടങ്ങിയ ഫെബ്രൈൽ റിയാക്ഷൻസ് ഉണ്ടാകാം, ബാക്ടീരിയൽ റിയാക്ഷൻ അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരെന്ത് പറയുന്നു? സെപ്റ്റിസീമിയ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ അസോസിയേറ്റഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന മറ്റൊരു റിയാക്ഷനും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ ഒരു ബ്ലഡ് സ്യൂട്ടബിൾ അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ ഉണ്ടാകും നോക്കൂ. ഇത് നന്നായിട്ട് ഓരോ പോയിന്റും ഓർത്ത് പഠിച്ചു വെക്കുക. പേഷ്യൻ്റ് വിൽ ബി ഗെറ്റിംഗ് ചിൽസ് ആൻഡ് ഡയഫോറസിസ്, എക്സ്ട്രീം സ്വെറ്റിങ്ങും ചിൽസും ഷിവറിങ്ങും ഉണ്ടാകാം. മസിൽ ഏക്ക്, ബാക്ക് പെയിന്, ചെസ്റ്റ് പെയിന് ഉണ്ടാകാം. റാഷസ്, ഹൈവ്സ്, ഇച്ചിങ്, സ്വെല്ലിങ് ഉണ്ടാകാം. റാപ്പിഡ് അല്ലെങ്കിൽ ത്രെഡി പൾസ് ആയിരിക്കാം. ഡിസ്നിയ, കഫ് ഓർ വീസിങ് ഉണ്ടാകാം. പാലർ അല്ലെങ്കിൽ സൈനോസിസ്, ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് പാലർ ആകുകയോ അല്ലെങ്കിൽ സൈനോസിസ് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാം. നെക്സ്റ്റ് വൺ, apprehension. That means anxiety. Patient will become more anxiety. Okay, patient will be having more anxiety. അതുപോലെ ടിംഗ്ലിംഗ് സെൻസേഷനും നംനെസ്സും ഡെവലപ്പ് ചെയ്യാം. പേഷ്യൻ്റ് may get headache, nausea, vomiting, abdominal cramping and diarrhea. So now you understood what are the signs and symptoms, signs of immediate transfusion reaction. Transfusion reaction എന്ന് പറയുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ ഉടനെ തന്നെയും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ട്രാൻസ്ഫ്യൂഷനൊക്കെ കുറെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് ഡിലേഡ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനും ഉണ്ടാകാം. സോ വാട്ട് ആർ ദ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ? നമ്മളൊരു നഴ്സാണ്, നമ്മളൊരു പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാണ്. സോ വി വിൽ ബി അലേർട്ട് ഫോർ ദീസ് സിംറ്റംസ്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഗെറ്റിംഗ് ദീസ് സിംറ്റംസ്, വി വിൽ കം ടു നോ ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഹാവിംഗ് സം അഡ്വേഴ്സ് റിയാക്ഷൻ, ഹിമോലൈറ്റിക് റിയാക്ഷൻ ഈസ് ദെയർ. സോ നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ആക്ച്വലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ സെക്ഷൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് പോകും. ദ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഹൂ ഈസ് റിസീവിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി. വാട്ട് ആർ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ? ഫസ്റ്റ് വൺ, ഹെഡേക്ക്, ടാക്കിക്കാർഡിയ ആൻഡ് ആപ്രിഹെൻഷൻ. നമ്മൾ ഇത് മൂന്നും എവിടെ കണ്ടിരുന്നു? ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനകത്ത് കണ്ടിരുന്നു. ഓക്കെ, പേഷ്യന്റിന് ഹെഡേക്ക് ഉണ്ടാകുന്നു, ആപ്രിഹെൻഷൻ ഉണ്ടാകുന്നു, അതുപോലെ ടാക്കിക്കാർഡിയയും ഉണ്ടാകുന്നു. റാപ്പിഡ് അല്ലാതെ ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സിംറ്റംസ് ഇൻഡിക്കേറ്റിംഗ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. യു അണ്ടർസ്റ്റുഡ്? ഇവിടെ നോക്കുക, അതിനെ കുറച്ചുകൂടി ഒന്ന് വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും സോണ്ടേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആർ caused by blood type or RH incompatibility. ഓൾറെഡി ഞാനത് പറഞ്ഞു തന്നു. ബ്ലഡ് ടൈപ്പ് അനുസരിച്ചിട്ടോ RH ഇൻകോമ്പാക്റ്റബിലിറ്റി അനുസരിച്ചാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. വെൻ ബ്ലഡ് കണ്ടെയ്നിങ് ആന്റിജൻ ഡിഫറെന്റ് ഫ്രം ദ ക്ലയൻസ് ഓൺ ആന്റിജൻ ഈസ് ഇൻഫ്യൂസ്ഡ്. അതായത് ഞാനാണ് പേഷ്യൻ്റ് എങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള ആന്റിജൻ അല്ലാതെ മറ്റൊരു ആന്റിജൻ അടങ്ങിയ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ ഇൻഫ്യൂസ് ചെയ്താൽ അവിടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് ഫോം ചെയ്യുകയും പേഷ്യന്റിന്റെ ബ്ലഡിൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് ഉണ്ടാവുകയും ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് എന്ത് ചെയ്യും? അവിടെ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്ത ബ്ലഡുകളെ ഡിസ്ട്രോയ് ചെയ്യും, ബ്ലഡ് സെൽസിനെ അവിടെ ഡിസ്ട്രോയ് ചെയ്യും. ദീസ് കോംപ്ലക്സസ് ഡിസ്ട്രോയ് ദ ട്രാൻസ്ഫ്യൂസ്ഡ് സെൽസ് and start inflammatory responses in the client's blood vessel walls and organ. നമ്മുടെ ശരീരത്തിൽ അത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്ഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഡെവലപ്പ് ചെയ്യും. ബ്ലഡ് വെസൽ വാളിലായാലും അവിടെ ഇന്റേണൽ ഓർഗൻസിലായാലും ഒക്കെ അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു റിയാക്ഷൻ അവിടെ എന്തൊക്കെ സിംറ്റംസ് കൊണ്ടുവരും? ഫീവർ ഉണ്ടാക്കും, ചിൽസ് ഉണ്ടാക്കും, ഈവൻ DIC ഡിസെമിനേറ്റഡ് ഇൻട്രാവസ്കുലർ കൊയാഗുലേഷൻ, സർക്കുലേറ്ററി കൊലാപ്സ്, മറ്റ് സിംറ്റംസ് ലൈക്ക് ഹെഡേക്ക്, ടാക്കിക്കാർഡിയ, അപ്രിഹെൻഷൻ, സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം,
ചെസ്റ്റ് പെയിൻ, ലോ ബാക്ക് പെയിൻ, ടാക്കിപ്നിയ, ഹൈപ്പോടെൻഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. ഇവിടെ ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പോ ടെൻഷനാണ് ഉണ്ടാകുന്നത്. ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഉണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഡിസ്റ്റൻഡഡ് നെക്ക് വെയിൻ വരും. ഇവിടെ ഹൈപ്പോ ടെൻഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് നെക്ക് വെയിൻ ഒന്നും അത്ര പ്രോമിനൻ്റ് ആയിട്ട് കാണത്തില്ല. അതുപോലെ അവിടെ ഹീമോലൈറ്റിക് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട്, ബ്ലഡ് വെസൽസ് ഡിസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് പേഷ്യൻ്റ് യൂറിനിൽ ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ബ്ലഡ് മിക്സ് ചെയ്തിട്ടുള്ള യൂറിനായിരിക്കും പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. സോ ദീസ് ആർ ദ സിംറ്റംസ് ഇൻഡിക്കേറ്റിംഗ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. സോ അതുപോലെ തന്നെ ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റും ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടും ഉണ്ടാകാം. അവിടെ ഈ ഒരു ഡിസ്റ്റൻഡ് നെക്ക് വെയിൻ എന്നുള്ള ഓപ്ഷൻ എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു? അവിടെ സർക്കുലേറ്ററി ഓവർലോഡ്, അതായത് ഓൾറെഡി പേഷ്യൻറ്റിന് 5-6 ലിറ്റർ ബ്ലഡാണ് നമുക്ക് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ടത്. അതിനേക്കാൾ ഓവർലോഡ്, സർക്കുലേറ്ററി ഓവർലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡിൻ്റെ വോളിയം അവിടെ കൂടുമ്പോഴാണ് അവിടെ ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ ഹൈപ്പർ വോളീമിയ കാരണം ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസ് ഉണ്ടാകുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. സോ വി ഡിലീറ്റഡ് ഡിസ്റ്റൻഡ് നെക്ക് വെയിൻ. നൗ യു അണ്ടർസ്റ്റുഡ് ഹൗ വി ഗോട്ട് ദീസ് 3 ഓപ്ഷൻ ആസ് എ കറക്റ്റ് ആൻസർ. ഹെഡേക്ക് ഉണ്ടാകുന്നു, ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നു, ആപ്രിഹെൻഷൻ ഉണ്ടാകുന്നു. അണ്ടർസ്റ്റുഡ്? വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കുറച്ച് നോട്ടുണ്ട്, അത് നമുക്ക് അതല്ലാതെ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ക്ലയന്റ് ഹാസ് ആൻ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല. What is mean by arteriovenous fistula? That means it's the connection between artery and vein. ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. A client has an arteriovenous fistula in place in the right upper extremity. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ റൈറ്റ് അപ്പർ എക്സ്ട്രിമിറ്റിയിൽ, അതായത് കയ്യിൽ അവിടെ എന്തുണ്ട്? അവിടെ ആർട്ടറിയും വീനസ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിസ്റ്റുല നിർമ്മിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഫിസ്റ്റുല നിർമ്മിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? പേഷ്യൻറ്റിൻ്റെ കിഡ്നി എന്തിനാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന ഫംഗ്ഷൻ കിഡ്നിക്കാണ്. ഇഫ് ദ കിഡ്നി ഓഫ് ദ പേഷ്യൻറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, സോ ദിസ് ഹീമോഡയലൈസർ മെഷീൻ വിൽ ബി ആക്ടിങ് ഓർ ഫങ്ഷനിങ് ആസ് എ കിഡ്നി ചെയ്യുന്ന സെയിം ഫംഗ്ഷൻ ചെയ്യുന്ന മെഷീനാണ്, ഒരു യന്ത്രമാണ് ഹീമോഡയലൈസർ എന്ന് പറയുന്നത്. ഹീമോഡയലൈസറിലൂടെ പേഷ്യൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് കയറ്റിവിട്ട് അത് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് പേഷ്യൻ്റെ ശരീരത്തിലൂടെ കയറ്റിവിടുന്ന പ്രോസസ്സ്, ഇൻഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഹീമോഡയാലിസിസ് നടത്തണമെങ്കിൽ പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് പേഷ്യൻ്റെ എക്സ്ട്രിമിറ്റീസിൽ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഹീമോഡയാലിസിസ് എന്നുള്ള പ്രോസസ്സിനല്ല പ്രാധാന്യം, ഈ ഫിസ്റ്റുലയ്ക്കാണ് പ്രാധാന്യം. ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല പ്ലേസ് ചെയ്യുന്ന റൈറ്റ് അപ്പർ എക്സ്ട്രിമിറ്റി. സോ ദിസ് പാർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്വസ്റ്റ്യൻ. Right upper extremity. When planning care for this client, the nurse would implement which measure to promote client safety? പേഷ്യൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മൾ താഴെ പറയുന്നതിൽ ഏത് കാര്യമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? അണ്ടർസ്റ്റുഡ്? പേഷ്യൻ്റെ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹീമോഡയാലിസിസ് നടക്കുന്ന ഒരു പേഷ്യൻ്റാണിത്. പേഷ്യൻ്റെ റൈറ്റ് അപ്പർ എക്സ്ട്രിമിറ്റിയിൽ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പേഷ്യൻ്റെ കെയർ കൊടുക്കുമ്പോൾ വിച്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സിംഗിൾ ഓപ്ഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ ഏത് മെഷറാണ് അവിടെ പേഷ്യൻ്റ് സേഫ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ഉറപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, യൂസ് ദ റൈറ്റ് ആം ഫോർ ബ്ലഡ് പ്രഷർ മെഷർമെന്റ്. അതായത് BP മെഷർ ചെയ്യാൻ, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ റൈറ്റ് ആം യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ, യൂസ് ദ ഫിസ്റ്റുല ഫോർ ഓൾ വെനി പഞ്ചേഴ്സ് ആൻഡ് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ. ആ ഒരു ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല എല്ലാ വെനി പഞ്ചറിനും, അതായത് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതിനും മറ്റ് ഇൻഫ്യൂഷൻസ് കൊടുക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഈ ഫിസ്റ്റുല യൂസ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ, എൻഷുർ ദാറ്റ് സ്മോൾ ക്ലാംപ്സ് are attached to the AV fistula dressing. AV fistula dressingൽ ചെറിയ ക്ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫോർത്ത് വൺ, assess the fistula for the presence of a brood and thrill every 4 hours. ബ്ലഡ് വെസൽസ് ഒഴുകുമ്പോൾ ഉള്ള
ആ ഒരു ത്രില്ലിങ് എഫക്റ്റ്, ആ ഒരു ഒഴുക്ക്, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്പന്ദനം, ആ ഒരു ഫീൽ, അതാണ് ഈ ബ്രൂട്ട് ആൻഡ് ത്രിൽ എന്ന് പറയുന്നത്. ഓരോ 4 മണിക്കൂറിലും അത് ആക്സസ് ചെയ്യുക. ദീസ് ആർ ദ 4 ഓപ്ഷൻസ്. ഇനി നമുക്ക് AV ഫിസ്റ്റുലയെ കുറിച്ച് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ ആൻസറിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പോയിന്റ് മനസ്സിലാകും. ഇവിടെ നോക്കൂ, പ്രധാനമായിട്ട് വാസ്കുലർ ആക്സസ്, ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന്റെ പലതരത്തിലുള്ള ആക്സസ് യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഷണ്ട്. ശരീരത്തിൽ ബ്ലഡിന്റെ, ഇപ്പൊ കൈ തന്നെയാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക, അപ്പർ എക്സ്ട്രിമിറ്റീസ് തന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആർട്ടറിയും ഉണ്ട്, ബ്ലഡ് അവിടെ വെയിനും ഉണ്ട്. അപ്പൊ റേഡിയൽ ആർട്ടറി വരുന്നുണ്ട്, പിന്നെ വെയിനും വരുന്നുണ്ട്. ഇവ തമ്മിൽ എക്സ്റ്റേണലി ശരീരത്തിന്റെ പുറത്തുകൂടി ഇങ്ങനെ ഒരു ട്യൂബിങ് വഴി ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അതായത് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ഈ ട്യൂബ് വഴി വരുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ടെഫ്ലോൺ കണക്ടർ ഉണ്ട്, അതുവഴി തിരിച്ച്, അതായത് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ബ്ലഡ് ഇതുവഴി വെയിന് വഴി പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഷണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്റേണൽ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല. അതാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കേട്ടത്. ഇവിടെ ആർട്ടറിയും വെയിനും പരസ്പരം എന്ത് ചെയ്ത് ജോയിൻ ചെയ്ത് ഇരിക്കുന്നു. ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അനസ്റ്റമോസിസ് ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ, ഷണ്ടിങ് ആർട്ടീരിയൽ ബ്ലഡ് ഇൻറ്റു വെയിൻ. ആർട്ടീരിയൽ ബ്ലഡും വീനസ് ബ്ലഡും തമ്മിൽ പരസ്പരം അവിടെ ഷണ്ടിങ് നടക്കുന്നു. ഇതാണ് ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ. നെക്സ്റ്റ്, ഇന്റേണൽ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ഇവിടെ അടുത്തൊരു മെഷറാണ് ഇന്റേണലി, അതായത് നമ്മുടെ ആ പേഷ്യൻ്റെ കൈക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു, ലൂപ്ഡ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് അവിടെ ശരീരത്തിനുള്ളിൽ തന്നെ, കൈക്കുള്ളിൽ തന്നെ ഗ്രാഫ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു, ആർട്ടറിയും വീനസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട്. ഇനി അടുത്തത് 4ാമത്തെ ഓപ്ഷനാണ് ഹീമോഡയാലിസിസ് ഗ്രാഫ്റ്റ് വൈൽ കണക്റ്റഡ് ടു ഹീമോഡയാലിസിസ് മെഷീൻ. ഹീമോഡയാലിസിസ് ഗ്രാഫ്റ്റ് അവിടെയുണ്ട്, ഹീമോഡയാലിസിസ് മെഷീനുമായിട്ട് അത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 4 മെത്തേഡുകളിലൂടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് നമ്മൾ ഹീമോഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ ആക്സസ് എടുക്കാറുണ്ട്. സോ ഈ മെത്തേഡുകൾ 4 മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിസ്റ്റുല എന്താണെന്ന് മനസ്സിലായി. ആർട്ടറിയും വീനസും തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തിങ്ങനെ നിർത്തിക്കുന്നതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഉള്ള ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വായിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകാം. ഇന്റേണൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പെർമനന്റ് ആക്സസ് ഓഫ് ചോയ്സ് ഫോർ ദ ക്ലയന്റ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് റിക്വയറിങ് ഡയാലിസിസ്. അതായത് ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 ആഴ്ച കൊണ്ടോ തീരുന്നതല്ല. അവിടെ കണ്ടിന്യൂസ്ലി ടിൽ ദാറ്റ് കിഡ്നി റീഗെയിൻ ദ ഫങ്ഷൻ ഓർ ദാറ്റ് പേഴ്സൺ ഇസ് ട്രാൻസ്പ്ലാന്റഡ് വിത്ത് അതർ പേഴ്സൺസ് കിഡ്നി, അതുവരെയും ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യണം. സോ വി നീഡ് എ പെർമനന്റ് ആക്സസ്. അങ്ങനെയുള്ള ഒരു പെർമനന്റ് ആക്സസ് ആണ് ഈ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള പേഷ്യന്റിന് ഡയാലിസിസിന്റെ ഒരു പെർമനന്റ് ആക്സസ് ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഫിസ്റ്റുല ക്രിയേറ്റഡ് ബൈ സർജിക്കലി ബൈ അനസ്തമോസിസ് ഓഫ് ലാർജ് ആർട്ടറി ആൻഡ് ലാർജ് വെയിൻ ഇൻ ദ ആം. കയ്യിലുള്ള ലാർജ് ആർട്ടറിയും ലാർജ് വെയിനും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത, അനസ്റ്റമോസിസ് മീൻസ് കണക്ഷൻ, അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ആർട്ടീരിയൽ ബ്ലഡ് into the venous system causes the vein to become engorged. ആർട്ടീരിയൽ ബ്ലഡ് എങ്ങനെ നമ്മൾ ഫിസ്റ്റുല കണക്ട് ചെയ്യുമ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് വീനസ് ബ്ലഡുമായിട്ട് ഷണ്ടിങ് നടക്കും. ഷണ്ടിങ് മീൻസ് ഇവിടെ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് വീനസ് ബ്ലഡിലോട്ട് മിക്സ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മിക്സിങ് നടക്കുന്നത് അവിടെ എന്താണ്, വെയിന് എന്തായിട്ട് മാറുന്നതിന്, അവിടെ എൻഗോർജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആകുന്നതിന്, മെച്യൂർഡ് ആകുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ മെച്യൂർഡ് ആകാൻ എത്ര സമയം എടുക്കും? ഏകദേശം 4 മുതൽ 6 ആഴ്ച. ഇത് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, ഓർത്തിരിക്കുക. സോ വൈ ദേ കണക്റ്റഡ് ആർട്ടറി ആൻഡ് വീനസ്? When this arterial blood flow into venous system, the vein will be matured or developed. Okay, it will be developed more. So this maturity will take 4 to 6 weeks. 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ കിട്ടും. അതും പേഷ്യന്റിന്റെ എബിലിറ്റി ഓൺ ഹാൻഡ് ഫ്ലെക്സിങ് എക്സസൈസ് എത്രത്തോളം ചെയ്യുന്നു, ബോൾ സ്ക്യൂസിങ് എത്രത്തോളം ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ ഫിസ്റ്റുല മെച്യൂർ ആകാൻ സഹായിക്കും. The fistula is required to be mature before it can be used. ഫിസ്റ്റുല പ്ലേസ് ചെയ്ത് സർജറിയിലൂടെ ഫിസ്റ്റുല പ്ലേസ് ചെയ്ത് കഴിഞ്ഞ്
അത് മെച്യൂർ ആയാൽ മാത്രമേ നമുക്കിത് ഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദ എൻഗോർജ്ഡ് വെയിൻ ഈസ് പഞ്ചേർഡ് വിത്ത് എ ലാർജ് ബോർ നീഡിൽ ഫോർ ദ ഡയാലിസിസ് പ്രൊസീജിയർ. കാരണം ഈ ഒരു വെയിൻ എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ള ലാർജ് ബോർഡ് ആയിട്ടുള്ള നീഡിൽ ഉപയോഗിച്ചാണ് നമ്മളവിടെ പഞ്ചർ ചെയ്യുന്നത്. സോ നൗ യു അണ്ടർസ്റ്റുഡ് വൈ ദിസ് ഡയാലിസിസ് അണ്ടർഗോയിങ് ആയിട്ടുള്ള പേഷ്യൻസ് അവരെന്തുകൊണ്ടാണ് ഈ ഒരു ബോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് സ്ക്യൂസ് ചെയ്യുന്നത്. വെൻ ദേ ആർ സ്ക്യൂസിങ് ball, this vein will get more functional or matured or developed, so it will be useful. Next, subclavian or femoral catheters, PD or an external arteriovenous shunt can be used for dialysis while the fistula is maturing or developing. ഇങ്ങനെ ഫിസ്റ്റുല നമ്മൾ പ്ലേസ് ചെയ്ത് അത് മെച്യൂർ ആയി കഴിഞ്ഞാൽ നമുക്കവിടെ പലതരത്തിലുള്ള കത്തീറ്റേഴ്സ്, സബ്ക്ലേവിയൻ കത്തീറ്റേഴ്സോ ഫെമറൽ കത്തീറ്റേഴ്സോ അല്ലെങ്കിൽ പീഡിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആർട്ടീരിയോവീനസ് ഷണ്ടോ ഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നാൽ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, അവോയ്ഡ് ടേക്കിംഗ് BP or performing venipuncture for intravenous access or lab draws to protect the integrity of fistula. It's very very important point. ഇവിടെ തന്നെ നമ്മുടെ ഓപ്ഷൻസ് 3 എക്സ്ക്ലൂഡ് ആകുകയാണ്. എന്തൊക്കെ പറഞ്ഞു? BP ഏത് കയ്യിലാണോ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ആ കയ്യിൽ BP ചെക്ക് ചെയ്യരുത്, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യരുത്, വെനിപഞ്ചർ ചെയ്യരുത്, ബ്ലഡ് വിഡ്രോ ചെയ്യരുത്. ഈ തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സും ഈ ഫിസ്റ്റുലയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. That is very very important. Fistulas are dressed with the pressure dressings after hemodialysis to prevent bleeding. എവിടെയാണോ ഫിസ്റ്റുല നമ്മൾ പഞ്ചർ ചെയ്തത്, ലാർജ് ബോർ നീഡിൽ പ്ലേസ് ചെയ്തത്, അത് കഴിഞ്ഞതിന് ശേഷം ഹീമോഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവിടെ അതുകൊണ്ട് ആ ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ ഡ്രസ്സിങ് ചെയ്യണം. അതുപോലെ തന്നെ എൻഷുർ ദ റിമൂവൽ ഓഫ് പ്രഷർ ഡ്രസ്സിങ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ഫ്രെയിം ഓർ അക്കോർഡിംഗ് ടു ഏജൻസി പ്ലേസസ്. അതായത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ അത് പ്ലേസ് ചെയ്ത് ടൈറ്റ് ഡ്രസ്സിങ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് സമയം അവിടെ പ്ലേസ് ചെയ്യരുത്, അത് ഈ ഫിസ്റ്റുല ഡാമേജ് ചെയ്യും. സോ വി ഷുഡ് റിമൂവ് ആഫ്റ്റർ സം ടൈം. സോ ഈ ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? Because the fistula is internal, risk of clotting and bleeding is low. That is very important. അവിടെ ഫിസ്റ്റുല ശരീരത്തിനുള്ളിൽ, കൈക്കുള്ളിൽ ഇന്റേണലി പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്ലോട്ട് ആകാനും ബ്ലീഡ് ആകാനുള്ള ചാൻസ് കുറവാണ്. ഫിസ്റ്റുല ക്യാൻ ബി യൂസ്ഡ് ഇൻഡെഫിനിറ്റ്ലി. നമുക്ക് കണ്ടിന്യൂസ് ഒരു ലോങ് ടൈമിലത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസ്റ്റുലയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന്റെ ചാൻസസ് കുറവും ഉണ്ടാകത്തില്ല എന്നാണ് അല്ല പറയുന്നത്. ദിസ് ഇസ് എ ലെസ് ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ. അതുപോലെ അത് എക്സ്റ്റേണലി എക്സ്പോസ് ആകുന്നില്ല. അതുപോലെ തന്നെ വൺസ് അത് ഹീൽ ആയി കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഫിസ്റ്റുല നമുക്ക് ഫ്രീ ആയിട്ട് ആ ഹാൻഡ് മൂവ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല. ഇവിടെ നിങ്ങൾക്ക് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല ഉള്ള ഒരു പേഷ്യൻ്റാണ് കിട്ടിയത് എങ്കിൽ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. എന്താണ് ആൻസർ പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ആമിൽ തന്നെ BP ചെക്ക് ചെയ്യുക. സോ ഇറ്റ് ഇസ് എ റോങ് ആൻസർ. യൂസ് ദ ഫിസ്റ്റുല ഫോർ വെനിപഞ്ചർ ആൻഡ് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ. റോങ് ആൻസർ. എങ്ങനെയാണ് റോങ് ആൻസർ ആയത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അത് നമ്മളുടെ ആവശ്യം വരുന്നില്ല. എൻഷുർ ദാറ്റ് സ്മോൾ ക്ലാംസ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ക്ലാംസ് വേണമെന്ന്? ഇല്ല, അവിടെ ക്ലാംസിന്റെ ആവശ്യമില്ല. ഡ്രസ്സിങ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇവിടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം? ബ്ലഡ് ഫ്ലോ മനസ്സിലാക്കാൻ ബ്രൂട്ട് അല്ലെങ്കിൽ ബ്ലഡ് ത്രിൽസ് അവിടെ ഓരോ 4 മണിക്കൂർ കഴിയുമ്പോഴും നമ്മളിവിടെ പ്രസൻസ് ചെക്ക് ചെയ്യണം. ആ ഒരു ബ്ലഡ് ഒഴുകുന്ന ആ ഒരു ത്രില്ല് ബ്രൂട്ട് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ക്ലോട്ടോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. ഇറ്റ്സ് പാറ്റന്റ്. ദിസ് ഫിസ്റ്റുല ഈസ് patent. That indicating the safety of patient. Now you understood how we got answer, how we eliminated wrong answer. In your explanation, AV fistulas, arteriovenous fistulas, are created by anastomosis of the artery and a vein within the subcutaneous tissues to create access for hemodialysis. അണ്ടർസ്റ്റുഡ്? ഹീമോഡയാലിസിന് വേണ്ടി നമ്മൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനുള്ളിൽ തന്നെ ആർട്ടറിയും വെയിനും നമ്മൾ സർജിക്കലി ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുലാസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുലാസ് നീഡ് ടു ബി ഇവാലുവേറ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് ത്രിൽ. ത്രിൽ മീൻസ് വേർ വി ആർ പാൽപേറ്റിംഗ് ദ ആർട്ടറീസ് വി വിൽ ഫീൽ ദ ഫ്ലോ ഓഫ് ബ്ലഡ് പാൽപേറ്റ് ഓവർ ദി ഏരിയ. ദാറ്റ് ഇസ് ത്രിൽസ് വി ക്യാൻ ഫീൽ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൂട്ട് മനസ്സിലാക്കാനും പറ്റും. അതൊരു അസസ്മെന്റ്, പാറ്റൻസി അസസ് ചെയ്യുന്ന, ബ്ലഡ് വെസൽസിന്റെ പാറ്റൻസി അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്.
ഇതാണ്, അതുകൊണ്ടാണ് ഈ ആൻസർ നമ്മളവിടെ 4ാമത്തെ ഓപ്ഷൻ എടുത്തത്. എന്നാൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയോ വെനിപഞ്ചർ ചെയ്യുന്നത് ഒന്നും ആ എക്സ്ട്രിമിറ്റിയിൽ നമ്മൾ എവിടെയാണോ ഫിസ്റ്റുല പ്ലേസ് ചെയ്തത് അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച്. അതുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് അല്ല. അതുപോലെ ക്ലാമ്പ് അവിടെ ആവശ്യമില്ല. അവിടെ നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസ് ഒന്നും അവിടെ വരുന്നില്ല. ശരീരത്തിനുള്ളിലാണ് അവിടെ AV ഷണ്ട് ഇരിക്കുന്നത്. അവിടെ മീൻസ് ആർട്ടീരിയ ഫീനസ് ഫിസ്റ്റുല ഇരിക്കുന്നത്. AV ഷണ്ട് വരുമ്പോൾ പുറമേയുള്ള ഡിവൈസസ് വരുമ്പോൾ അവിടെ നമുക്ക് ക്ലാമ്പ് പ്ലേസ് ചെയ്തിട്ട് വരേണ്ടിരുന്നത്. ഓക്കെ, AV ഫിസ്റ്റുലയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും 2 ക്വസ്റ്റ്യൻ എന്നുള്ളതിനേക്കാളും നിങ്ങൾ ഇവിടെ ഈ ഞാൻ പറഞ്ഞു തന്ന പോയിന്റുകൾ ഇനി ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തിയറി ടോപ്പിക്കിലോട്ട് പോയി ആ തിയറി മനസ്സിലാക്കി എനിക്കൊപ്പം നിങ്ങളാണ് ആൻസർ അവിടെ കണ്ടെത്തിയത്. സോ യു വിൽ നോട്ട് ഫോർഗെറ്റ് ദീസ് പോയിന്റ്സ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, 3rd ക്വസ്റ്റ്യൻ. എ ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് both a wound infection and osteomyelitis is to receive hyperbaric oxygen therapy. It's very important. ഓക്സിജൻ അവിടെ wound ഇൻഫെക്ഷനും ഓസ്റ്റിയോമൈലൈറ്റിസും ഉള്ള പേഷ്യൻ്റ് ആണ്. അവിടെ പേഷ്യൻ്റ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നു. ഹൈപ്പർബാറിക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബാറിക് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ എന്നർത്ഥം. ഹൈ പ്രഷറിൽ ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നു. ഡ്യൂറിംഗ് ദ തെറാപ്പി വിച്ച് പ്രയോറിറ്റി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. another important term, priority. Which priority intervention would the nurse implement? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ പെട്ടെന്ന് വിച്ച് ഇന്റർവെൻഷൻ എന്ന് ചിന്തിക്കരുത്. ഈ പറയുന്ന ഓപ്ഷൻസിൽ പലതും ഈ പേഷ്യന്റ് ചെയ്യുന്ന ഇന്റർവെൻഷൻസ് ആയിരിക്കാം. എന്നാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ നടത്തേണ്ട ഇന്റർവെൻഷൻ ഏതാണ്, നേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഇന്റർവെൻഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ, maintaining an intravenous access. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി നടത്തുന്ന പേഷ്യന്റ് വോണ്ട് ഇൻഫെക്ഷൻ ഓസ്റ്റിയോമൈലൈറ്റിസും ഉള്ള പേഷ്യന്റ് ആണ്. സോ ഒരു ഇൻട്രാവീനസ് IV ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫസ്റ്റ് ഒരു ഓപ്ഷൻ. 2ാമത്തെ ഓപ്ഷൻ, എൻഷുറിംഗ് ദാറ്റ് ഓക്സിജൻ ഈസ് ബീങ് ഡെലിവേർഡ്. അതായത് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കുമ്പോൾ അവിടെ ഓക്സിജൻ പോകുന്നുണ്ട്, പേഷ്യന്റിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 3rd ഓപ്ഷൻ, അഡ്മിനിസ്ട്രിങ് സെഡേഷൻ ടു പ്രിവെന്റ് ക്ലസ്ട്രോഫോബിയ. അതായത് ഒരു ക്ലോസ്ഡ് സ്പേസസിനുള്ളിലാകുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ഭയങ്കര തിങ്ങി നിരുങ്ങിയുള്ള ക്രൗഡിലൊക്കെ അകപ്പെട്ടു പോകുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഭയത്തിനെയാണ് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അവിടെ ഈ ക്ലസ്ട്രോഫോബിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സെഡേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. 4ാമത്തെ ഓപ്ഷൻ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ പേഷ്യൻസ് ഫാമിലി. ക്ലയന്റിന്റെ ഫാമിലിക്ക് പേഷ്യന്റ് മാത്രമല്ല പേഷ്യന്റിന്റെ ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ പലതും നമുക്ക് എക്സാക്ട്ലി ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഓക്സിജൻ എൻഷുർ ആണോ നോക്കണം. അവിടെ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ കുറയുകയോ കൂടുകയൊക്കെ ചെയ്താൽ IV ആക്സസ് നമുക്ക് അവിടെ വേണം. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം, വളരെ അത്യാവശ്യം. അപ്പൊ ഇതിൽ പല ഓപ്ഷൻസും നമുക്കിതിൽ ചേരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് പ്രയോറിറ്റി ഇന്റർവെൻഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഏത്, ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ട ഇന്റർവെൻഷൻ ഏത് എന്നുള്ളതാണ്. ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലൊന്ന് ഇട്ടു പോകാം. Other treatments may include electrical stimulation to the wound area, increases blood vessel growth and stimulates granulation. Vacuum assisted wound closure removes the infection materials from the wound and പ്രൊമോട്ട്സ് ഗ്രാനുലേഷൻ. അതായത് എവിടെയാണ് വൂണ്ട് ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി അല്ലാതെ മറ്റെന്തൊക്കെ ഇന്റർവെൻഷൻ നടത്തുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇതും നമ്മുടെ സോണ്ടേഴ്സിന്റെ തിയറി പാർട്ടിലുള്ളത് തന്നെയാണ്. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, വൂണ്ട് ഏരിയയിൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്താൽ അവിടെ ബ്ലഡ് വെസൽ ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ അവിടെ ആ ഒരു മുറിവ് ക്ലോസ് ആകുന്ന, ആ ഒരു വൂണ്ട് ക്ലോസ് ആകുന്ന ഗ്രാനുലേഷനും സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൂടാതെ ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് എന്തെങ്കിലും വൂണ്ടിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി വാക്യൂം അസിസ്റ്റഡ് വൂണ്ട് ക്ലോഷർ ചെയ്യാറുണ്ട്. അത് അവിടെ ഗ്രാനുലേഷൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇത് കൂടാതെ മറ്റൊരു ടെക്നിക്കാണ് വൂണ്ട് ഇൻഫെക്ഷന് അത് ഹീൽ ചെയ്യിപ്പിക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. അതായത് administration of oxygen under high pressure raises tissue oxygen concentration. എവിടെയാണോ നമുക്ക് പേഷ്യൻ്റ് അവിടെ ഓക്സിജൻ്റെ അളവ് കൂടിയാൽ മാത്രമേ അവിടെ വൂണ്ട് ഹീലിംഗ് ഫാസ്റ്റ് ആകത്തുള്ളൂ. സോ വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ഓക്സിജൻ അണ്ടർ ഹൈ പ്രഷർ. നോർമലി അല്ല, ഹൈ പ്രഷറിൽ നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഇതിനെയാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ. അവിടെ ആവശ്യത്തിന് ഓക്സിജൻ്റെ അളവ് കിട്ടുമ്പോൾ അവിടെ ഹീലിംഗ് പെട്ടെന്ന് നടക്കുന്നു. ദ യൂസ് ഓഫ് ടോപ്പിക്കൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതും സെൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദ കെയർ ഓഫ് wound infections. So here
ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈപ്പർബാരിക് എന്നുള്ള ആ ഒരു ടേമിൽ മനസ്സിലാക്കേണ്ട ഹൈ പ്രഷറിൽ ഹൈപ്പർബാരിക് ആയിട്ട് ഓക്സിജൻ തെറാപ്പി നടത്തുന്നു. ഇറ്റ്സ് എ ഡെലിവറി ഓഫ് ഓക്സിജൻ അറ്റ് ഇൻക്രീസ്ഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. It can be given systematically with the patient placed in an enclosed chamber. Now you understood why we mentioned claustrophobia. Understood? Patient will be in the എൻക്ലോസ്ഡ് ചാമ്പർ, ഒരു ക്ലോസ്ഡ് ചാമ്പറിനുള്ളിലായിരിക്കും പേഷ്യൻ്റ്. അവിടെ 100% ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അറ്റ് 1.5 to 3 times ദ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ 1.5 മടങ്ങ് മുതൽ 3 മടങ്ങ് വരെ പ്രഷർ കൂട്ടി, അറ്റ്മോസ്ഫിയർ പ്രഷറോടെ കൂട്ടി ഓക്സിജനാണ് അവിടെ 100% ഓക്സിജൻ നമ്മൾ ക്ലോസ്ഡ് ചാമ്പറിൽ കൊടുക്കുന്നത്. ദിസ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അലൗസ് ഓക്സിജൻ ടു ഡിഫ്യൂസ് ഇൻ ടു ദ സീറം. ഓക്സിജൻ നമ്മുടെ പേഷ്യൻ്റെ ശരീരത്തിലെ സീറത്തിനുള്ളിൽ ഡിഫ്യൂസ് ചെയ്യുകയും RBCയിൽ മാത്രമല്ല ശരീരത്തിലെ സീറത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി ഡിഫ്യൂസ് ചെയ്യാനും അത് ശരീരത്തിലെ ഓരോ ടിഷ്യൂലോട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും ഇത് സഹായിക്കുന്നു. ഹൈ പ്രഷറിൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അത് RBCയിൽ മാത്രമല്ലാതെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും സീറത്തിനുള്ളിലോട്ട് ഇത് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യാനും അത് ടിഷ്യൂസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബൈ ഇൻക്രീസിങ് ദ ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ സീറം. ഓക്സിജൻ കണ്ടന്റ് സീറത്തിൽ കൂടുമ്പോൾ ഈ ഓക്സിജൻ കണ്ടന്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? നാരോഡ് ആർട്ടറീസിലും കാപ്പിലറീസിലും ഒക്കെ പോകാൻ പറ്റും. അവിടെ എല്ലാ ഭാഗത്തോട്ട് ടിഷ്യൂസിലെല്ലാം അവിടെ മൂവ് ചെയ്യും. അതുകൂടാതെ എലിവേറ്റഡ് ഓക്സിജൻ ലെവൽ സ്റ്റിമുലേറ്റ് ആൻജിയോജെൻസിസ്. ഇങ്ങനെ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ പുതിയ ബ്ലഡ് വെസൽസ്, ആൻജിയോജെൻസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ്. ആൻജിയോജെൻസിസ് പുതിയ ന്യൂ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നു. അവിടെയുള്ള ആനറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകളെ കൊല്ലാൻ സഹായിക്കും. അതുപോലെ ഇൻക്രീസ് ദ കില്ലിംഗ് പവർ ഓഫ് WBCയുടെ ആ മറ്റ് അണുക്കളെ നശിപ്പിക്കാനുള്ള പവർ കൂട്ടുന്നു. അതുകൂടാതെ സർട്ടൻ ആൻറ്റിബയോട്ടിക്സ്, ഫ്ലൂറോക്വിനോൺസ്, അമിനോഗ്ലൈക്കോസൈഡ്സ് അതിനെയും അവിടെ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ പവറും അവിടെ കൂട്ടുന്നു. ഇതിനെല്ലാം ഈ ഒരു ഹൈ പ്രഷറുള്ള ഓക്സിജൻ സഹായിക്കുന്നു. ഇങ്ങനെ ഹൈ പ്രഷർ ഓക്സിജൻ തെറാപ്പി നടത്തുമ്പോൾ അത് അവിടെ ഗ്രാനുലേഷൻ ടിഷ്യൂവിൻ്റെ ഫോർമേഷൻ കൂട്ടുകയും വൂണ്ട് ഹീലിംഗ് കൂട്ടുകയും ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ മുറിവിലുള്ള ടിഷ്യൂ ക്ലോസ് ആകുന്ന ഗ്രാനുലേഷൻ നടക്കുന്നതിന് ഫോർമേഷന് സഹായിക്കുന്നു. വൂണ്ട് പെട്ടെന്ന് തന്നെ ഹീലാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്. അതായത് നമ്മുടെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ഗ്രേറ്റർ പ്രഷറാണ്. സോ ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് 2. അതായത് എൻഷുറിങ് ദാറ്റ് ഓക്സിജൻ ഈസ് ബീങ് ഡെലിവേർഡ്. അതായത് ഒരു ക്ലോസ്ഡ് ചാമ്പറിൽ ഹൈ പ്രഷറിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണ്. പേഷ്യൻറ്റിനെ ചാമ്പറിൽ പ്ലേസ് ചെയ്തു, നമ്മളത് ക്ലോസ് ചെയ്തു, ഹൈ പ്രഷറും കൊടുത്തു. പക്ഷേ അവിടെ ഓക്സിജൻ ഡെലിവർ ചെയ്തില്ല എങ്കിൽ പേഷ്യൻറ്റ് വിൽ ഡൈ. സോ ദ ഫസ്റ്റ് priority intervention is make sure you are administering enough oxygen for the പേഷ്യൻ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ബാക്കി ഇമോഷണൽ സപ്പോർട്ടും ഇൻട്രാവീനസ് ആക്സസിൻ്റെ ഒക്കെ പ്രയോറിറ്റി വരുന്നത്. സോ ഫസ്റ്റ് വി ഷുഡ് മേക്ക് ഷുവർ ഓക്സിജൻ ഈസ് സപ്ലൈഡ് ഇനഫ്. അണ്ടർസ്റ്റുഡ്? 3 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പഠിച്ചു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്ലയൻറ്റ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ ഹൈഡ്രോതെറാപ്പി. ഹൈഡ്രോ എന്നുള്ള വേർഡിൽ നിന്ന് മനസ്സിലായി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ടർ. ഹൈഡ്രോതെറാപ്പി ഫോർ എ ബേൺ ഡ്രസ്സിംഗ് ചേഞ്ച്. അതായത് ഓൾറെഡി ബേൺസ് സംഭവിച്ച ഒരു പേഷ്യൻ്റ് ആണ്. അവിടെ ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഹൈഡ്രോതെറാപ്പി നമ്മൾ യൂസ് ചെയ്യുന്നു. Which action would the nurse take to ensure that the client is comfortable during the procedure? ആ പ്രൊസീജിയറിന്റെ സമയത്ത് പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണ് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഇതിൽ ഏത് ആക്ഷൻ, വിച്ച് ആക്ഷൻ, ദാറ്റ് മീൻസ് ഓൺലി വൺ ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. അണ്ടർസ്റ്റുഡ്? ഏത് ആക്ഷനാണ് നമ്മുടെ പേഷ്യൻ്റ് മോസ്റ്റ് കംഫർട്ടബിൾ ആണ് എന്ന് ഉറപ്പുവരുത്താൻ എടുക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, എൻഷുർ ദാറ്റ് ദ ക്ലയൻറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്ലി ഡ്രസ്ഡ്. പേഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഡ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്, അഡ്മിനിസ്റ്റർ ആൻ ഒപ്പിയോയിഡ് അനാൽജസിക്സ് 30 to 60 minutes ബിഫോർ തെറാപ്പി. തെറാപ്പി ചെയ്യുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ തന്നെ ഒപ്പിയോയിഡ് അനാൽജസിക്സ്, പെയിൻ കില്ലേഴ്സ്, ഒപ്പിയോയിഡ് അനാൽജസിക്സ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഷെഡ്യൂൾ ദ തെറാപ്പി അറ്റ് എ ടൈം വെൻ ദ ക്ലയൻറ്റ് ജനറലി ടേക്സ് എ നാപ്പ്. പേഷ്യൻറ്റിന് കറക്റ്റായിട്ട് ഒരു ഗ്യാപ്പ് വരുന്ന ഒരു നാപ്പ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ തെറാപ്പി ഷെഡ്യൂൾ ചെയ്യുക. ഫോർത്ത് വൺ, അസൈൻ ആൻഡ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ UAP, അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത, രജിസ്റ്റേർഡ് നേഴ്സ് അല്ലാത്ത അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ്
UAPയെ പേഷ്യൻറ്റിനൊപ്പം പ്രൊസീജിയറിൻ്റെ സമയത്ത് സ്റ്റേ ചെയ്യാൻ അസൈൻ ചെയ്യുക. ഇതിലേതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്? നമുക്കൊന്ന് ഡീറ്റെയിൽസിലോട്ട് പോകാം. വൂണ്ട് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പല സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ക്ലെൻസിങ് വരുന്നുണ്ട്, ഡെബ്രിഡ്മെന്റ് വരുന്നുണ്ട്, ഡ്രസ്സിങ് ഓഫ് ദ ബേൺ വൂണ്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം മാറ്റി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രസ്സിങ് ചെയ്യുന്നു. സോ അവിടെ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ വൂണ്ട്സ് ആർ ക്ലീൻഡ് ബൈ ഷവറിംഗ് ഓൺ എ സ്പെഷ്യൽ ടേബിൾ ഓർ വാഷിംഗ് സ്മോൾ ഏരിയാസ് ഓഫ് വൂണ്ട് അറ്റ് ദ ബെഡ് സൈഡ്. അതായത് എവിടെയാണോ വൂണ്ടുള്ളത് അത് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുന്നതാണ്, വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്. ഇത് എന്തിനാണ് സഹായിക്കുന്നത് വെച്ചാൽ ടു പ്രിവെന്റ് ഇൻക്രീസ്ഡ് സോഡിയം ലോസ് ത്രൂ ദ ബേൺ വൂണ്ട്, ഹീറ്റ് ലോസ്, പെയിൻ ആൻഡ് സ്ട്രെസ്. ഇവിടെ പേഷ്യൻ്റ് അതിന് മുന്നേ പ്രീ മെഡിക്കേറ്റഡ് ചെയ്തിരിക്കണം, അതായത് പെയിൻ മാറാനുള്ള മെഡിക്കേഷൻസ് കൊടുത്തിരിക്കണം. ഹൈഡ്രോതെറാപ്പി ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ക്ലയൻസ് ഹു ആർ ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ. ബ്ലഡ് ഹെമറ്റോളജിക്കലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻ്റ് നമ്മൾ ഒരിക്കലും ഇത് ഹൈഡ്രോതെറാപ്പി ചെയ്യത്തില്ല. അതുപോലെ കെയർ ഈസ് ടു ബി ടേക്കൺ മിനിമൈസ് ബ്ലീഡിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ പ്രൊസീജിയർ. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്മളവിടെ എടുത്തിരിക്കണം. ഹൈഡ്രോതെറാപ്പിയിൽ നമ്മളവിടെ ആൻറ്റിമൈക്രോബിയൽ ഏജൻസ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വൂണ്ട് കെയറിൽ ഹൈഡ്രോതെറാപ്പിയിൽ ഓർത്തിരിക്കുന്നത്. സോ ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് വൺ. We should administer an opioid analgesics 30 to 60 minutes before therapy. Directly it's mentioned here, hydrotherapy occurs for the client should be pre-medicated before procedure. It will be painful, so we should be പ്രീമെഡിക്കേറ്റഡ് അല്ലെ. പേഷ്യൻസിന് ഒപ്പിയോഡ് അനാൽജസിക്സ് 30 മിനിറ്റിനോ അല്ലെങ്കിൽ 60 മിനിറ്റിനോ മുന്നേ, തെറാപ്പിക്ക് മുന്നേ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വിച്ച് ആക്ഷൻ വുഡ് ദ നേഴ്സ് ടേക്ക് ടു എൻഷുർ ദാറ്റ് ക്ലയൻറ്റ് ഈസ് കംഫർട്ടബിൾ, അതായത് പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. അവിടെ ഒപ്പിയോഡ് അനാൽജസിക്സ് കൊടുക്കുക എന്നുള്ളത് തന്നെ, കാരണം എന്നാലേ അത് എഫക്റ്റ് അവിടെ ആ ഒരു പ്രൊസീജിയറിന്റെ സമയത്ത് ഉണ്ടാകത്തുള്ളൂ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നൗ യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ഹൈഡ്രോ തെറാപ്പി. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുന്നെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് പ്രകാരമാണ് ഞാൻ ഇനി ഇതിൻ്റെ കണ്ടിന്യൂ ക്ലാസ്സസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. താല്പര്യമുള്ളവർ പറയുക, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സസിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. The nurse is caring for a client diagnosed with heart failure. Okay, understood? The condition is heart failure and is reviewing the client's magnesium level based on the laboratory result. Which action would the nurse take? ഇവിടെ പേഷ്യൻ്റെ ലബോറട്ടറി റിസൾട്ട് വന്നിട്ടുണ്ട്. പേഷ്യൻ്റെ ഹാർട്ട് ഫെയിലുവർ ആണ്. മാഗ്നീഷ്യം 0.75 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. നോർമൽ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.8 മുതൽ 2.6 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ വേണം. അതിവിടെ പേഷ്യൻറ്റിന് 0.75 ഉള്ളൂ. ദാറ്റ് മീൻസ് ഹൈപ്പോ മാഗ്നീഷ്യമia ഉള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ എടുക്കുന്ന ആക്ഷൻ? വിച്ച് ആക്ഷൻ വുഡ് ദ നേഴ്സ് ടേക്ക്? അതായത് ഒരു ഓപ്ഷനാണ് അവിടെ ആൻസർ വരുന്നത്. വിച്ച് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ നേഴ്സ്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, മോണിറ്റർ ദ ക്ലയൻറ്റ് ഫോർ ഇറഗുലർ ഹാർട്ട് റിതംസ്. ഹൈപ്പോ മാഗ്നീഷ്യമia ഉള്ള പേഷ്യൻറ്റിന് ഇറഗുലർ ഹാർട്ട് റിതം അല്ലെങ്കിൽ ഡിസരിത്മിയാസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. ദാറ്റ് ഇസ് one option. Second option, encourage the intake of antacids with phosphate. ഓൾറെഡി ഹൈപ്പോമാഗ്നീഷ്യമിയ ഉള്ള പേഷ്യൻ്റ് ആൻറ്റാസിഡ്സും ഫോസ്ഫേറ്റ് എടുക്കാൻ എൻകറേജ് ചെയ്യിപ്പിക്കുക. തേർഡ് വൺ, ടീച്ച് ദ ക്ലയൻറ്റ് ടു അവോയ്ഡ് ഫുഡ് ഹൈ ഇൻ മെഗ്നീഷ്യം. മെഗ്നീഷ്യം ഹൈ ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കുക. ഫോർത്ത് വൺ, പ്രൊവൈഡ് എ ഡയറ്റ് ഓഫ് ഗ്രൗണ്ട് ബീഫ്, എഗ് ആൻഡ് ചിക്കൻ ബ്രസ്റ്റ്. ഗ്രൗണ്ട് ബീഫും എഗ്ഗും ചിക്കൻ ബ്രസ്റ്റും അടങ്ങിയ ആഹാരങ്ങൾ എടുപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് അഡ്വൈസ് ചെയ്യിപ്പിക്കുക. അപ്പം ഇതിൽ ഏതാണ് അവിടെ ഹൈപ്പോ മാഗ്നീഷ്യമിയ ഉള്ള പേഷ്യൻറ്റിന്, ഓൾറെഡി മാഗ്നീഷ്യം കുറവായിട്ടുള്ള പേഷ്യൻറ്റിന് മാഗ്നീഷ്യം കൂട്ടുക അല്ലെങ്കിൽ നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. The client is experiencing hypomagnesemia. The client needs to be monitored for dysarrhythmias because magnesium plays an important role in myocardial nerve cell impulse conduction. ഹാർട്ടിൽ ഓൾറെഡി ഹാർട്ട് ഫെയിലിയർ ഉണ്ട്.
ആ ഹാർട്ടിലെ ഓരോ സെല്ലുകളും ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നതിന് മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഹാവിംഗ് ഹൈപ്പോമാഗ്നീഷ്യമia, it will make risk for ventricular dysarrhythmias. The ventricles will not contract and relax properly. The nurse avoid administering phosphate in the presence of hypomagnesemia. ഒരിക്കലും നമ്മളവിടെ ഹൈപ്പോമാഗ്നീഷ്യമ ഉള്ള പേഷ്യൻറ്റിന് ഫോസ്ഫേറ്റ് ലൈക്ക് എന്ത് ചെയ്യുക, കൊടുക്കരുത്. ഫോസ്ഫേറ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റാസിഡ്സും ഫോസ്ഫേറ്റും കൊടുക്കാനായിരുന്നു. അതൊരിക്കലും നമ്മൾ കൊടുക്കരുത്. അത് വീണ്ടും ഹൈപ്പോമാഗ്നീഷ്യമയിലോട്ട് വീണ്ടും മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും. ആൻഡ് ദ നഴ്സ് ഇൻസ്ട്രക്ട് ദ ക്ലയൻറ്റ് ടു കൺസ്യൂം ഫുഡ് ഹൈ ഇൻ മഗ്നീഷ്യം. ഗ്രൗണ്ട് ബീഫ്, എഗ്, ചിക്കൻ ബ്രസ്റ്റ് ആർ ലോ ഇൻ മഗ്നീഷ്യം ആണ്. അതൊരിക്കലും നമ്മളവിടെ അഡ്വൈസ് ചെയ്യരുത്. ഹൈ ആയിട്ടുള്ള, അതായത് മഗ്നീഷ്യം കൂടുതലുള്ള ആഹാരങ്ങളാണ് നമ്മളവിടെ അഡ്വൈസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. കാരണം ഇറഗുലർ ഹാർട്ട് റിതംസ് നമ്മൾ നോക്കണം, ഡിസെറ്റ്മിയാസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒബ്സർവ് ചെയ്യണം. ക്ലയന്റ് ആൻറ്റാസിഡ്സ് എടുക്കാൻ പാടില്ല, ഫോസ്ഫേറ്റ് എടുക്കാൻ പാടില്ല. ഓൾറെഡി ഹൈപ്പോമാഗ്നീഷ്യമ ഉണ്ട്, വീണ്ടും മഗ്നീഷ്യം കുറയാൻ റിസ്ക് ഉണ്ട്. എന്നാൽ അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? അവിടെ പേഷ്യന്റ് മഗ്നീഷ്യ ഹൈ ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ദാറ്റ് ഈസ് റോങ്. വി ഹാവ് ടു ടെൽ ദം ടു ടേക്ക് ഫുഡ് വിച്ച് ഈസ് റിച്ച് ഇൻ ഹൈ മഗ്നീഷ്യം, അല്ലെ, റിച്ച് ഇൻ മഗ്നീഷ്യം. അതാണ് അവർ കഴിക്കേണ്ടത്. സോ ദിസ് ഓപ്ഷൻ ഓൾസോ റോങ്. ഇവിടെ ഗ്രൗണ്ട് ബീഫും എഗ്ഗും ചിക്കൻ ബ്രസ്റ്റും കൊടുക്കാൻ പറയുന്നു. ദിസ് ഈസ് ലോ ഇൻ മഗ്നീഷ്യം. സോ ദർ ഇസ് നോ യൂസ് ഇഫ് വി ആർ ഗിവിംഗ് ദിസ് diet for this patient. So the correct option is first one, monitor the client for irregular heart rhythm. So these are the 5 important questions we discussed today. I think you all അണ്ടർസ്റ്റുഡ് ദീസ് ടോപ്പിക്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ അത് എന്നെ അറിയിക്കുക, നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക, നമ്മുടെ വീഡിയോയുടെ ലൈക്കായിട്ട് എന്നെ അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങൾ നമ്മളിതിൻ്റെ കണ്ടിന്യൂസ് 6000-ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ബുക്കുകളിൽ, ഈ 2 ബുക്കുകളിലായിട്ട് തന്നെ 6000-7000 ക്വസ്റ്റ്യൻസോട്ട് പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിച്ച് തരാൻ ഞാനും റെഡിയാണ്. നെക്സ്റ്റ് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.